ദിലീപിന്റെ കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി അറസ്റ്റില്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആ സംഭവം ഉണ്ടായത്. എറണാകുളത്തെ ഒരു ഹോട്ടലില് പൾസർ സുനി ആഹാരം കഴിക്കാൻ ചേർന്നു. അവിടുത്തെ വെയിറ്റർമാർ ഇദ്ദേഹത്തിന് ഫുഡ് കൊടുക്കാൻ താമസിച്ചു എന്നാണ് പറയുന്നത്. പൾസർ സുനി വയലന്റായി. വലിയ VIP ആണല്ലോ കേരളത്തില്. അദ്ദേഹത്തിനെ മൈൻഡ് ചെയ്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് കൊണ്ട് പെട്ടെന്ന് അയാള് അവിടുത്തെ ഹോട്ടലിലെ ഗ്ലാസ് ഒക്കെ അടിച്ച് തകർത്തു. ആ ജീവനക്കാരെ തല്ലാൻ പോയി. അവർ തടഞ്ഞപ്പം അയാളെ കൊന്നുകളെ ഒന്ന് ഭീഷണിപ്പെടുത്തി. താൻ ആരാണെന്ന് അവർക്ക് മനസ്സിലായില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെ. ഏതായാലും ഹോട്ടൽ ജീവനക്കാർ പെട്ടെന്ന് പോലീസിനെ വിളിച്ചു. പോലീസ് അവിടെ ഓടിയെത്തി. രായമംഗലത്താണ് ഈ സംഭവം നടന്നത്. അത് എറണാകുളത്തെ ആ ഹോട്ടൽ ഉടമയും അവിടുത്തെ ജീവനക്കാരും പൾസർ സുനിയാന്ന് അറിഞ്ഞപ്പം ഭയപ്പെട്ടു പോയി. ഇതിന്റെ റിപ്രോക്കേഷൻ വരാൻ പോകുന്നത് പൾസർ സുനി ഇപ്പൊ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ പോലീസ് ജാമ്യം കൊടുക്കില്ല. അങ്ങനെയുള്ള വകുപ്പുകൾ അറ്റംപ്റ്റ് ടു മർഡർ ഉണ്ടാകാം. അതേസമയത്ത് അവരുടെ ഹോട്ടലിലെ വിൻഡോസും അതുമൊക്കെ നശിപ്പിച്ചതിന് നാശനഷ്ടം വരുത്തിയിട്ടുണ്ടാവും. അവരെ മർദ്ദിച്ചിട്ടുണ്ട് എന്നും ആരോപണമുണ്ട്. എന്തായാലും ഹോട്ടലിലെ ഭക്ഷണം കിട്ടാൻ താമസിച്ചു എന്ന പേരിൽ തന്നെയാണ് പോലീസ് FIR എടുത്തിരിക്കുന്നത്. ഏതായാലും ജാമ്യം കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ പൾസർ സുനി ഒന്നാം പ്രതിയായിട്ടുള്ള കേസ്, അതിജീവിതയുടെ കേസ്, നടിയുടെ കേസ് നമുക്കറിയാം. അത് 6-7 വർഷം കൊണ്ട് 7.5 വർഷത്തോളം ഇയാൾ ജയിലിൽ കിടന്നു. ഇയാൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയും പല പ്രാവശ്യം ജാമ്യത്തിന് പോയിട്ട് ആ പറയുന്ന രീതിയിൽ പ്രോസിക്യൂഷൻ അവസാനിക്കാത്തത് കൊണ്ട് സുപ്രീം കോടതിയില് 7.5-8 വർഷം ജയിലിൽ കിടന്നത് ആ കേസിനകത്ത് തനിക്കെതിരായിട്ടുള്ള ആരോപണത്തിന് അത്രയും ശിക്ഷ ലഭിച്ചാലും അത്രയും കാലം തന്നെ റിമാൻഡിൽ ഇട്ടിരുന്നു എന്നുള്ള ആ വാദഗതി സുപ്രീം കോടതി അംഗീകരിച്ചു. 7.5-8 വർഷം റിമാൻഡിലാണ് കിടന്നത്. ശിക്ഷയല്ല പൾസർ സുനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ അറസ്റ്റോടുകൂടി ആദ്യത്തെ ജാമ്യം ലഭിച്ചത് തീർച്ചയായിട്ടും ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പൾസർ സുനി ആ ജാമ്യം ലഭിച്ചു കഴിഞ്ഞപ്പം 7-8 വർഷത്തിന് ശേഷം ജാമ്യം ലഭിച്ചപ്പോൾ കോടതി പിന്നീട് വന്നിരുന്നുണ്ട് വിലയേറിയ കാറുകളിലാണ്. സ്വന്തം കാറാണോ വല്ലവരുടെ ആണോ എന്നറിയത്തില്ല. വിലയേറിയ ഷൂവും വിലയേറിയ ഷർട്ടും പാൻസും ഒക്കെ ധരിച്ചാണ് വന്നത്. ഏതായാലും ഇപ്പം ആ രീതിയിലുള്ള ജീവിത ശൈലി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് നല്ല സാമ്പത്തികം കയ്യിൽ ഉണ്ട് എന്ന് കരുതേണ്ടി വരും. അല്ലെങ്കിൽ ആരെങ്കിലും അത് സ്പോൺസർ ചെയ്തതും ആകാം. എന്തായാലും കേസിന്റെ അന്വേഷണം ഏകദേശം പൂർത്തിയാക്കി. അതിന്റെ ട്രയൽ തുടങ്ങി. ട്രയലും കഴിഞ്ഞു. പ്രതിഭാഗം സാക്ഷികളെയൊക്കെ വിസ്തരിച്ചു കഴിഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥരെ വിസ്തരിച്ചു കഴിഞ്ഞു. ഇപ്പം കോടതിയിലെ വാദഗതികൾ നടക്കുകയാണ്. ഏതായാലും ഈ മാസം കൊണ്ടോ അടുത്ത മാസം കൊണ്ടോ കേസ് പര്യവസാനിക്കും. കോടതി വിധി പറയുന്ന കണ്ടീഷനാണ്. ഏതായാലും ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഏകദേശം കഷ്ടിച്ച് 3-4 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ ആ ജാമ്യം ക്യാൻസൽ ചെയ്യാനായിട്ട് ചിലപ്പം കോടതിയിലെ പ്രോസിക്യൂഷൻ അപേക്ഷ കൊടുക്കും. ഇപ്പോഴത്തെ കേസിലേക്ക് അറസ്റ്റ് ചെയ്തത് കൊണ്ട് ഇനി കോടതി കൊണ്ടുവരുന്നത് അത് സബ് ജയിലിൽ തന്നെയായിരിക്കും കൊണ്ടുവരുന്നത്. കാരണം പഴയ പോലെ തന്നെ വീണ്ടും പ്രതിയായിട്ട് തന്നെ ഒന്നാം പ്രതി കോടതിയിൽ വരുന്നത് പോലീസ് എസ്കോർട്ടിൽ തന്നെയായിരിക്കും. മറ്റുള്ള പ്രതികളെല്ലാവരും ജാമ്യത്തിലാണ് ഈ കേസിലേക്ക്. ഇനി വാദപ്രതിവാദങ്ങളിൽ ഏകദേശം തീർന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇനി കോടതിയിലെ ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ അവസാനമോ ഇതിന്റെ വിധി വരാം ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയത്ത് ഒരു 10 വർഷം വരെ ശിക്ഷ പൾസർ സുനിക്ക് ലഭിക്കുകയുള്ളൂ, അത് അതിനുള്ള സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ 7-8 വർഷത്തോളം ഇപ്പം കിടന്നു കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാൽ പൾസർ സുനിക്ക് ജയിലിൽ നിന്ന് പോകാൻ പറ്റും. മറ്റുള്ള പ്രതികൾ എല്ലാവരും ജാമ്യത്തിലാണ്. അവർക്ക് ശിക്ഷയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെല്ലാം ജയിലിൽ കിടക്കേണ്ടി വരും. പൾസർ സുനിക്ക് ഇനി ഈ കേസിന്റെ വിധി വരുന്നിടം വരെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പ്രോസിക്യൂഷൻ ഇയാൾ മറ്റൊരു കേസിലേക്ക് ഉൾപ്പെട്ട് ഇപ്പൊ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കേസിലും ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ ജാമ്യത്തിൽ നിൽക്കുന്ന കേസിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഏതായാലും പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം റിമാൻഡ് ചെയ്യും.
പൾസർ ജാമ്യത്തിന് അപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും പോലീസ് എതിർക്കും. കാരണം ഓൾറെഡി ഒരു കേസിന്റെ ജാമ്യത്തിൽ നിൽക്കുകയാണ്. ഇത്രയും പ്രമാദമായ ഒരു കേസിന്റെ ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതിയാണ് ഇപ്പം വീണ്ടും ഒരു കേസിലേക്ക് പ്രതിയായിരിക്കുന്നത്. അതുകൊണ്ട് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ്.